നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇതുപോലൊരു ഫയൽ ഒരിക്കൽ തുറക്കപ്പെടും. ഹലോ, ഇന്നത്തെ വൈറൽ ഞാനാണ്. ഓക്കെ, നമ്മുടെ ഇൻഡസ്ട്രി ഇതുപോലൊരു ഫയൽ തുറക്കപ്പെടും എന്ന് പറഞ്ഞപ്പോൾ ഇതിൻ്റെ താഴെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് സായി ചേട്ടൻ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്, കുട്ടി ഫയൽ എന്നും പറഞ്ഞിട്ടുള്ളത്. അത് നമ്മുടെ ഈ പൂക്കുട്ടി മാമൻ്റെ ആണെന്ന് നമ്മൾ ഇപ്പോഴല്ലേ മനസ്സിലാക്കിയത്. ഓക്കെ, പിന്നെ ഫിറോസ്, താങ്കളുടെ ഫയൽ ഓപ്പൺ ആക്കുന്നത് ഇത്രയും വലിയ കേസ് കേട്ടാണെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. പിന്നെ ഇവർ ബിഗ് ബോസ് ഈ വന്ന സമയത്ത് ഞാൻ ആ ഒരു സീസൺ ഈ ജോലി സ്ഥലത്തായിരുന്നു. സത്യം പറയാലോ, ഞാൻ ആ സമയത്ത് ഷിപ്പിലായിരുന്നു, ഇവരുടെ സീസൺ നടക്കുന്ന സമയത്തൊക്കെ. ഓക്കെ, അതുകൊണ്ട് കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഒരു 2 എപ്പിസോഡ് മാത്രം അങ്ങാണ്ട്, അതും കഷ്ടിച്ചങ്ങാണ്ട് കണ്ടത് മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ ലാലേട്ടൻ ഇവരെ ഇറക്കി വിട്ടതിൻ്റെയൊക്കെ ഷോർട്സും കാര്യങ്ങളൊക്കെ ആ സമയത്ത് ഫേമസ് ആയിരുന്നു. എന്തോ ആയിക്കോട്ടെ. എന്നാലും ചേട്ടൻ്റെ ഫയലിലോട്ട് നമുക്ക് വരാം. അതിനു മുമ്പ് കാര്യത്തിലോട്ടൊക്കെ ഒന്ന് കിടക്കുകയൊക്കെ ചെയ്യാം. അപ്പം എക്സ്പ്ലനേഷനായിട്ട് ഈ പറയുന്ന സജന നൂറ വന്നിട്ടുണ്ട് രംഗത്ത്. ഓക്കെ, ഇവരുടെ ഒരു ഡിവോഴ്സ് കണ്ട സമയത്ത് ഇത്രയും മ്യൂച്വലായിട്ട് അണ്ടർസ്റ്റാൻഡ് ആയിട്ട് പോകുന്നൊരു ഡിവോഴ്സ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. മക്കളുമായിട്ട് 2 പേര് വരുന്നു, അങ്ങോട്ട് പോകുന്നു, കാണുമ്പോൾ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു. ഈ പുള്ളിക്കാരൻ പിന്നെ ഭയങ്കര സോഷ്യലാണ്. ഫിറോസ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ്. എത്ര അടിപൊളിയായിട്ട് ഞാൻ ആലോചിച്ച്, പിന്നെ എന്തിനാണ് ഇവരിങ്ങനെ പിരിയുന്നേ? ഓരോ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ബിഗ് ബോസിൻ്റെ വെക്കുമ്പോഴാണെങ്കിൽ പോലും ഇവർ കാണുന്നു, പരസ്പരം മിണ്ടുന്നു, സംസാരിക്കുന്നു. ഭയങ്കര ഇതായിട്ട് ഞാൻ ആലോചിച്ചു, ഇനി നമ്മുടെ കണ്ണിന് വല്ല ആണെന്ന് ഞാൻ വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ 2 വർഷം മുമ്പാണ് ഞാൻ ആ ഒരു ഇൻ്റർവ്യൂ കണ്ടത്. ഓക്കെ, അതിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഒന്ന് ഹൈപ്പ് കൊടുത്തേക്കുക. നിങ്ങൾക്ക് എന്താ അഭിപ്രായം എന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതലും ആൾക്കാർ ഈ പറയുന്ന ഫിറോസിനെ എന്താ പറയണ്ടേ, പുകഴ്ത്തി പറയുന്നത്, ഈ പറയുന്ന ചേച്ചീനെ താഴ്ത്തിപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവർക്കൊരു ചെറിയൊരു പാസ്റ്റ് ഉണ്ട്, 2 പേർക്കും ഉണ്ട്, അതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ. ഓക്കെ, റസൂൽ പൂക്കുട്ടിയും സജനയും 4 വർഷമായി പ്രണയത്തിൽ, വിവാഹം ഉടൻ ഉണ്ടാകുമെന്ന് സൂചനകൾ. ഓക്കെ, നമ്മുടെ നീലക്കുയില് വന്നൊരു സംഭവമാണേ. ഇത് കഴിഞ്ഞിട്ടുള്ളത് ഞാൻ വെച്ച് തരാം നിങ്ങൾക്ക്. ഇത് കഴിഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു 2 വർഷം മുമ്പുള്ളൊരു ഇൻ്റർവ്യൂ ആണ്. ഞാനും ഫിറോസൊക്കെ ഡിവോഴ്സ് ആകുന്നു, കാരണം പൊട്ടിക്കരഞ്ഞു സജനയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. ഓക്കെ, പക്ഷെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞാൽ എവിടെ ആണെങ്കിലും പോലും 2 പേരും നല്ല അടിപൊളിയായിട്ട് സംസാരിക്കുന്ന വ്യക്തികളാണ്. ഓക്കെ, ഞാൻ ഈ അതിൻ്റെ എപ്പോഴും പറഞ്ഞില്ല, ഞാനും ആലോചിച്ചത് എന്താ സംഭവം എന്നൊക്കെ. ഓക്കെ, എന്തായാലും പൂക്കുട്ടി ചേട്ടനും ചേച്ചിയും കൂടെ നിൽക്കുന്ന ഫോട്ടോസൊക്കെ കണ്ടില്ലേ, നല്ല അത്യാവശ്യം കാണാനൊക്കെ കൊള്ളാമെന്നേ ചേച്ചി. ഇവർ നല്ല മാച്ചുമാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ മറ്റവരുടെ സംസാരം കാര്യങ്ങൾ വാടിയൊക്കെ ആർക്കും കൂടി പിടിക്കത്തില്ല, അത് വേറെ കാര്യം. ഞാനാണെങ്കിൽ എല്ലാം ആരെന്ത് ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നാൽ ചിലപ്പോൾ അത് വളച്ചൊടിച്ച് തിരിച്ചു വെക്കുന്ന ഒരു ഇനമാണ് പുള്ളിക്കാരൻ. എന്തോന്നാ നിക്ക് അതിലോട്ട് പോകുന്നതിന് മുമ്പ് സജന ചേച്ചിയുടെ വീഡിയോ ഒന്ന് കണ്ടിട്ടോ, ഇതൊന്ന് കാണണം കേട്ടോ. എന്തായാലും സജന ചേച്ചി നിലപാട് നമുക്ക് ആദ്യം ഒന്ന് കാണിക്കണമല്ലോ. പ്രപ്പോസൽ വരുന്നുണ്ടോ? തീർച്ചയായിട്ടും, അത് എനിക്കുള്ള സമയത്ത് എടാ മണ്ട, ആരെങ്കിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പ്രപ്പോസൽ വരുന്നത്. കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങളെ കാണുമ്പോൾ ആൾക്കാരെ പ്രപ്പോസ് ചെയ്യും. നല്ല ഉദ്ദേശം കാണാം, മോശം ഉദ്ദേശം കാണാം. നല്ല ഉദ്ദേശത്തോടെ ചെല്ലുമ്പോൾ പെണ്ണുങ്ങൾ വിചാരിക്കും മോശം ഉദ്ദേശമാണെന്നുള്ള രീതിയിലൊക്കെ. അത് സ്വാഭാവികം, നീ ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല. അത് ഞാൻ ഇക്കാനടുത്ത് പറയും, അറിയാത്തവർക്ക്, നമുക്ക് അറിയാത്ത ആൾക്കാർ, എന്നെ അറിയാത്ത ഫിറോസിനെ അറിയാത്ത ആൾക്കാർ വരുമ്പോൾ ഞങ്ങൾ അങ്ങനെ ഫ്രണ്ട്ലി രീതിയിൽ അതൊക്കെ ഞങ്ങൾ എല്ലാം ഓപ്പൺ ആയിട്ട് പറയാറ്, ഇങ്ങനെ വരുന്ന കാര്യങ്ങൾ. ഇപ്പൊ പൂക്കുട്ടിയുടെ കാര്യം പറഞ്ഞായിരുന്നു ചേച്ചി, വേണ്ട നമ്മൾ എന്തിനാ ഈ സമയത്ത് കൗണ്ടർ അടിക്കുന്നത്, ചേച്ചി പറ. ഇപ്പം ഇത് അറിയുന്ന ആൾക്കാരും വരുന്നുണ്ട്, വരുന്നില്ല എന്ന് പറയുന്നില്ല, വരുന്നുണ്ട് ശരിക്കും. ആ വരുന്നതെല്ലാം എന്ത് ഉദ്ദേശത്തിലാണ് വരുന്നതെന്ന് എനിക്ക് നല്ല ഉദ്ദേശം, എനിക്ക് നല്ല രീതി എനിക്കറിയാം. ഒരിക്കലും നല്ലൊരു ജെനുവൻ ആയിട്ടുള്ള ഒരു മനസ്സുകൊണ്ടല്ല അവരൊന്നും വരുന്നത്. എനിക്ക് 2 പിള്ളേർ, അല്ലല്ല ഒരിക്കലും അല്ല, 2 പിള്ളേരുണ്ട് എനിക്ക്. ഞാൻ ഡിവോഴ്സ്ഡ് ആണെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ ഇങ്ങനെ ഒരു ലൈഫിലോട്ട് ഒരാൾ വരണമെങ്കിൽ അത് തീർച്ചയായിട്ടും അവര് മിസ്ബിഹേവ് ചെയ്യുന്ന വേണ്ടി മാത്രമാണ് വരുന്നത്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട്. ഈ പൂക്കുട്ടി ചേട്ടൻ ഇത്രമാത്രം എന്ത് ക്വാളിറ്റി അയച്ചുള്ളത്? അയാൾക്കൊരു കുടുംബമൊക്കെ ഉള്ളൊരു വ്യക്തിയല്ലേ? ഓസ്കാർ കിട്ടിയ മലയാളി എന്നുള്ള ഇതുകൊണ്ടാണോ ചേച്ചി പുള്ളി ഇഷ്ടപ്പെട്ടത്? അറിയാൻ വയ്യത്തോട് ചോദിക്കുകയാണ്. കാരണം ഒരു റിലേഷനും താല്പര്യമില്ല, ഇനി അങ്ങനെ പോകത്തില്ലെന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. കാരണം വെച്ചാൽ പെണ്ണുങ്ങൾ സ്ഥിരം ഡയലോഗാണ്. പണ്ട് എനിക്കും ഉണ്ടായിരുന്ന ഒരു കമ്പനിക്കാർ, എനിക്ക് ലൈഫിൽ എന്താ പറയണ്ടേ, ഇനി ഒരു റിലേഷനിലൊക്കെ ഒട്ടും താല്പര്യമില്ല, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ റിലേഷൻഷിപ്പ് എന്ന് എനിക്ക് മനസ്സിലായി എന്നുള്ള രീതി പറഞ്ഞപ്പോൾ അതിൻ്റെ അടുത്ത ആഴ്ച തന്നെ തേനുമ്പും ബാക്കി ഞാൻ പറയണ്ടല്ലോ. അത് ഈ പെണ്ണുങ്ങളെ സ്ഥിരം ഡയലോഗാണ്. അത് കൊച്ചു പിള്ളേരോട്ടാണെങ്കിലും വലിയ പിള്ളേരെ, അതായത് ഒരു കേരളത്തിൽ ഒരു 80% ആൾക്കാർ ഇങ്ങനെ ഉണ്ട് കേട്ടോ. 20% ആൾക്കാർ പാവങ്ങളും ഉണ്ട് കേട്ടോ. ഇനി ഫിറോസിക്ക കുറച്ച് നാൾക്കുമ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോ വെച്ചുതരാം, കണ്ടു നോക്കാം. നമ്മുടെ ഇൻഡസ്ട്രിയിൽ
ഇതുപോലെ ഫയൽ എടുക്കൽ തുറക്കപ്പെടും. നിങ്ങൾ ആരാധിക്കുന്ന പലരും നല്ല ഉടനെ തരപ്പെടണം. അതിൽ ചില വലിയ വലിയ അവാർഡുകൾ വാങ്ങിയ, അതായത് വേൾഡിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അവാർഡ് വാങ്ങിയ ചില മലയാളി. ഈ റെക്കോർഡ് ചെറിയതുണ്ട് കേട്ടോ, സൗണ്ടിൻ്റെ വേരിയേഷനൊക്കെ കാണണം, വേറെ സൗണ്ട് കയറി വരുന്നത്. എൻ്റെ നല്ല വെർഷൻ ഉണ്ട്, പക്ഷെ അത് വെച്ചാൽ കോപ്പി റൈറ്റ് അടിക്കും. അതുകൊണ്ടാണ് ഞാൻ അത് വെക്കാതെ ഇത് തന്നെ വെച്ചത്. പുള്ളിക്കാരൻ പറയുന്നത് വേറെ ഒന്നും അല്ല, വലിയ വലിയ അവാർഡൊക്കെ മേടിച്ച വ്യക്തികളുടെയൊക്കെ ഫയലാണെന്ന് ഉദ്ദേശിക്കുന്നത്. പൂക്കുട്ടിയുടെ അന്ന് പറഞ്ഞാൽ നമുക്ക് കത്തിയില്ല. ഓക്കെ, ഞാൻ അതിലോട്ട് കൂടുതലും വരുന്നില്ല, വെച്ച് വെറുതെ സമയം കളയുന്നില്ല. നമ്മൾ നേരെ സീക്രട്ട് ഏജൻറ്റ് അതിൻ്റെ താഴെ വന്നിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ സായി ചേട്ടൻ. അതെ, എവിടെയുണ്ട് നെയിം ഇറ്റ് ആസ് കുട്ടി ഫയൽസ്. നമ്മുടെ സീക്രട്ട് ഏജന്റ് വന്ന്, അതായത് 10 ആഴ്ച മുമ്പ് ഇട്ടാണ് കേട്ടോ, 10 ആഴ്ച മുമ്പ്. അപ്പോൾ ഇവർക്ക് ഓൾറെഡി അറിയാം സായി ചേട്ടൻ്റെ വീഡിയോക്കകത്ത് ഈ പറയുന്ന ഫിറോസിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചാൽ, കാരണം അവർ ബിഗ് ബോസിലൊക്കെ ഒരുമിച്ച് എന്നല്ല, ഇയാളെ സീസൺ 2-3 കണ്ടായിരുന്നു തോന്നുന്നു. ഈ പറയുന്ന സായി ചേട്ടൻ സീസൺ 6 തോന്നുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും അവർ ബിഗ് ബോസ് ലൊക്കെ ഉള്ള ആൾക്കാരാണ്, എന്തായാലും പരസ്പരം അങ്ങോട്ട് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ഒക്കെ ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷെ വേറെ പഴയൊരു സ്റ്റോറി ഉണ്ട് കേട്ടോ ഈ പുള്ളിക്കാരൻ്റെ, അതിലോട്ട് ഞാൻ വരാം. അതിലോട്ട് വരുന്നതിന് മുമ്പ് ഈ അടുത്ത സമയത്ത് പൂക്കുട്ടിയുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം ആ സ്ഥലത്ത് ചെന്നിട്ട് ഇയാൾ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ ഒരു വീഡിയോ കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഈ ചൊരുപ്പ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ കാണുമ്പം നമുക്ക് അത്ര കത്തിയിട്ടില്ലായിരുന്നു ഇയാളുടെ പല കാര്യങ്ങളൊക്കെ കരുതുമ്പോൾ. പക്ഷെ ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് പുള്ളി പറയുന്നത് ഓർക്കുമ്പോഴാണ് രസകരമായിട്ടുള്ള കാര്യം. ഓക്കെ, ഇനി നീലക്കോവിലെ കൊണ്ട് ഇയാൾ തന്നെ ഇടിയിപ്പിച്ചതാണോ അറിയത്തില്ല. എന്തായാലും ആ ഒരു വീഡിയോ കാണണം. ആ ഒരു വീഡിയോ കാണുമ്പോൾ എനിക്ക് മെയിനായിട്ടൊരു കാര്യം പറയാനുണ്ട്, അത് ഞാൻ അവസാനം പറയാം. വളരെ മോശമാണ്. വളരെ മോശം എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ചെയർമാൻ എന്നുള്ളൊരു പൊട്ടനെ പിടിച്ചിട്ട് മനസ്സിലായി. അദ്ദേഹം ഇന്ന് വരെ ഇവിടെ വന്നില്ല. അതായത് ഇന്ന് വരെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തുടക്കം മുതൽ വലിയ ഞാനൊക്കെ ഇതിപ്പോൾ 30ാമത്തെ ആണെങ്കിൽ ഞാൻ 25 വർഷം ഇവിടെ വന്നിട്ടുള്ള ആളാണ്. നമ്മൾ അത്രയും വലിയ കാര്യങ്ങൾ കാണുന്ന സംഭവം, വ്യക്തികളായിട്ട് കാണുന്ന ഒരു സംഭവം. അപ്പോൾ ഒരു ചെയർമാൻ എന്നുള്ളൊരു പൊട്ടന ഏതോ ഒരു ലക്കിനെങ്ങാണ്ട് ഒരു സ്റ്റാർ കിട്ടിയെന്നുള്ളൊരു പൊട്ടങ്ങനെ ലോട്ടറി അടിക്കുന്നത് അവനെ പിടിച്ച് ചെയർമാനെ തിരിച്ച് ഇവിടെ എന്നാ വന്നത്. വേറെ വർക്കുള്ളവർ അതിന് വിടുക, ഒരുപാട് കഴിവുള്ളവർ പിടിച്ചിട്ടുണ്ട്, അവരെ പിടിച്ച് മെയിൻ സ്ഥാനങ്ങളിൽ ഇരിക്കുക. ഇത് അവിടെ നിന്ന് വീഡിയോ കോൾ ചെയ്ത കാര്യങ്ങൾ ഡീറ്റെയിൽസ് വേറെ വർക്കുണ്ടായിരുന്നു. ആ പൊട്ടനെ കാണാൻ കൂടെ വന്നത് കണ്ട് സംസാരിച്ചിട്ടുണ്ട്. ആ പൊട്ടനാണ് പൂക്കുട്ടി, അത് മനസ്സിലായി കാണുമല്ലോ. ഇത് എത്ര ആഴ്ച മുമ്പിട്ട ഒരു വീഡിയോ എന്നറിയാവോ? കണ്ടോ? പൂക്കുട്ടി പേടിച്ചാണ് ഇനി സജിനെ തട്ടിയെടുത്തതിന്റെ വല്ല ചോദിക്കാൻ വന്നതാണോ ഈ നാറി, ഇത് കഴിഞ്ഞില്ല ഇവൻ പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നതാണ് ഈ കരുതി കാണും. ഓക്കെ, ഇപ്പൊ സജിന് ഇതിന്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. അതായത് ഫിറോസ് നേരത്തെ തൃശ്ശൂരുള്ള ഒരു പെൺകുട്ടിയായിട്ട് ആലോചിച്ച് കല്യാണമൊക്കെ കഴിച്ച് നല്ല സുന്ദരി കുട്ടിയാണെന്നാണ് എല്ലാവരും പറയുകയൊക്കെ ചെയ്യുന്നത്. കഴിച്ച് കഴിഞ്ഞ് ആ പെൺകുട്ടി പ്രഗ്നന്റ് ആയതിനു ശേഷമാണ് ഈ പറയുന്ന സജിനെ തട്ടിക്കൊണ്ട് പോയത്. സജിനയ്ക്ക് ഗൾഫിലെങ്ങാണ്ടായിരുന്നു തോന്നുന്നു, ഭർത്താവും കുട്ടികളൊക്കെ ഉള്ളൊരു സമയമായിരുന്നു. ഓക്കെ, ഇവനിപ്പോൾ വന്നിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കർമ്മയാണ് സജിനയ്ക്ക് കിട്ടിയെന്നുള്ള രീതിയിലാണ്. സത്യം പറഞ്ഞാൽ ഇവനല്ലേ കർമ്മ കിട്ടിയത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. തൃശ്ശൂരുള്ള ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടിട്ട് നല്ല രീതിയിൽ പോയ ഒരു ബന്ധം, അത് വേണ്ടാന്ന് വെച്ചിട്ട് ഇവരുടെ അടുത്ത് ചാടി ചെന്ന് കഴിഞ്ഞപ്പോൾ അവരടുത്ത് അവനോട് ചാടിപ്പോയെങ്കിൽ ഇവനല്ലേ കർമ്മ കിട്ടിയേ? അങ്ങനെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി. രണ്ടുപേരും കണക്കാന്ന് ഞാൻ പറയത്തുള്ളൂ. ഒന്ന് ചാടിയവർ പിന്നെയും ചാടും, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാ? എന്നിട്ട് വന്നിട്ട് വലിയ പുണ്യാളം ചമയുന്ന രീതിയിൽ ഓരോ കുത്തും നമുക്ക് സംസാരിക്കുന്നതോടെ എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നും ഇല്ല. ഈ കൂട്ടത്തിൽ രണ്ടുപേരും തെറ്റാമെന്നേ ഞാൻ പറയത്തുള്ളൂ ഈ ഒരു കാര്യത്തിൽ. എല്ലാവരും കൂടെ അവരെ പിടിച്ചിട്ട് അലക്കമൊക്കെ ചെയ്യുന്നുണ്ട്. ഇവൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. ഇപ്പോൾ തൃശ്ശൂരിലുള്ള സ്ത്രീ വേറൊരാളുടെ കൂടെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട്, കല്യാണമൊക്കെ കഴിച്ച് നല്ല രീതിയിൽ പോകുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ചേച്ചിയുടെ എക്സ്പ്ലനേഷനിലോട്ട് നമുക്കൊന്ന് പോവാം. ചേച്ചി പറയുന്നത് കണ്ടു നോക്കാം. ഇത് കുറച്ച് നാൾ കൊണ്ട് സോഷ്യൽ മീഡിയ വന്നിട്ട് പുള്ളിക്കാരൻ ഓരോ ഇന്ത്യൻ കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കുന്നുണ്ട്. ഒരു സമയമാവുമ്പോൾ ഇതെല്ലാം തൂക്കിക്കൊണ്ട് വന്നിട്ട് ഒരു അടി അടിക്കാൻ വേണ്ടി. മനസ്സിലായോ? മനസ്സിലായോ? അത്രേ ഉള്ളൂ. നല്ലൊരു റിയാക്ഷൻ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യുന്ന ആരെങ്കിലും ഫ്രണ്ട്സായിട്ട് വല്ലതും ഉണ്ടെങ്കിൽ സിമ്പിളാണ് കാര്യങ്ങൾ. ഞാൻ രണ്ടുപേരെയും കുറ്റം പറയും. ഇവനും അത്ര പുണ്യാളനൊന്നുമല്ല, പുള്ളിക്കാരും അത്രയല്ല. അതെനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. ഇപ്പോൾ പൂക്കട്ടിയായിട്ട് കമ്പയർ ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്കതിൽ അവരുടെ ഒരു വീഡിയോ കാണാം. ആ ലേഡി വന്നിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ടിട്ട് വരാം. ഹലോ, ഇന്നത്തെ വൈറൽ ഞാനാണ്. ഞാൻ മാത്രമല്ല, ഞാൻ കാരണം കുറേ പേരുണ്ട്. അപ്പം അത് കുറേ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പം കുറേ വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അന്നേരം അതിനൊരു മറുപടി ഞാനല്ലാതെ പിന്നെ വേറെ ആര് തരാണ്. അപ്പം അതിനൊരു മറുപടിയായിട്ട് ഞാൻ വരിക.
നമ്മളൊരു ലൈഫിൽ നമ്മളൊരു മീഡിയയിൽ വന്ന് നമ്മൾ രണ്ടുപേരും പറഞ്ഞു, ഞാനും ഫിറോസുക്കാരുടെയും കാര്യങ്ങൾ വന്നത്, ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ലൈഫിനെ കുറിച്ച്. ഞങ്ങൾ പോലും ചിന്തിക്കാത്ത ലെവലിലാണ് ഇപ്പം ഒരു ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു മ്യൂച്വലായിട്ട് ഒരു കാര്യം തീരുമാനം എടുത്ത് കഴിയുമ്പോൾ പിന്നെ എവിടെയെങ്കിലും ചെന്നിട്ട് ഈ കൂട്ടത്തിൽ രണ്ടുപേരുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാളെടുത്തൊരു കുറ്റം പറയുവാണെങ്കിൽ അത് മറ്റേ ആളുടെ ചെവി എത്തുവാണെങ്കിൽ വൈരാഗ്യം കൂടും. പ്രത്യേകിച്ച് പെണ്ണുങ്ങളുടെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ എല്ലാ ആണുങ്ങളുടെ തലയിൽ വെച്ച് കൊടുക്കുന്ന ഒരു സ്വഭാവം പെണ്ണുങ്ങൾക്കും ഉണ്ട്. ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ ആണിന് ഈഗോ അടിക്കും. കാരണം എല്ലായിടത്തും ചെന്നിട്ട് കഴിവില്ലാത്തവരെന്നുള്ള രീതിയിൽ കൂടെ സംസാരിക്കുവാണെങ്കിൽ കുരു പൊട്ടും, ഉറപ്പാണ്. ചിലപ്പം സമനില തെറ്റിക്കഴിഞ്ഞാൽ ഈ ക്ഷമിക്കുന്നവരുടെ ഒരു രീതി ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഭയങ്കര ക്ഷമയുള്ളവരാണ്, ഭയങ്കര ക്ഷമ. അവസാനം ഈ നെല്ലിപ്പല തെറ്റിയാന്ന് വെച്ചോ, എൻ്റെ ഭാഗത്ത് ഒരു തെറ്റേ ഉണ്ടായിട്ടുള്ളൂ അങ്ങനൊരു സംഭവത്തിൽ, ഒറ്റ. അത് എന്നോട് പറയാൻ കൂട്ടുന്നാക്കുന്നില്ല. ഒരു പക്ഷെ ആ വ്യക്തിക്ക് വേണ്ടപ്പെട്ടവരോ കാണുവാണെങ്കിൽ നെല്ലിപ്പല തെറ്റുവാണെങ്കിൽ നമ്മൾ ഒരു കാരണം മൊണ്ണയല്ലെന്ന് തെളിയിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യും. എനിക്ക് അതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഇവർ രണ്ടുപേരും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് നല്ല രീതിയിൽ പിരിഞ്ഞിട്ട് പെട്ടെന്ന് ഈ പറയുന്ന ഫിറോസ് ഇപ്പം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് കുത്തി പറയുമ്പോൾ തന്നെ ആ മനുഷ്യൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ വൈരാഗ്യങ്ങൾ, ഒന്നെങ്കിൽ ഈ സ്ത്രീ എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞു കാണും. ഉറപ്പാണ്, എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. ആക്ച്വലി ഇത് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും, ഇല്ലാത്തവർക്ക്. പിന്നെ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം, ഈ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളൊരു പെൺകുട്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ ഒരു വാല്യൂ ഉണ്ടാവില്ല. സത്യസന്ധമായിട്ട് പറയണം, ഒരു വാല്യൂ ഉണ്ടാവത്തില്ല. എനിക്ക് അറിയാവുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാനൊരു ഫോട്ടോ ഇട്ടത് അത് ഭയങ്കര വൈറലായി. അതിനകത്ത് എൻ്റെയും ഫിറോസുക്കാരുടെയും ജീവിതം തകർക്കാൻ കാരണം ഇന്ന ആളാണെന്ന് പറഞ്ഞുകൊണ്ട്. എന്ത് മോശമാണ് ഇതൊക്കെ സംസാരിക്കുന്നത്. എനിക്കും ഫിറോസുക്കാർക്കും ഇല്ലാത്ത ദുഃഖങ്ങളാണല്ലോ ഈ ലോകത്ത് പറയുന്നത്. ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ പല വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സജിന ഇത് കാണുവാണെങ്കിൽ ഞാൻ സജിനോടൊന്ന് ചോദിച്ചോട്ടെ, ഈ ഫിറോസിക്ക് ഈ അടുത്ത സമയത്ത് ഒരു വീഡിയോ ഇട്ടില്ല, ഞാൻ ആദ്യം വെച്ചിരിക്കുന്നത് ഒരുപാട് ഫയലുകളൊക്കെ വരാനുണ്ടെന്ന്. അതിൻ്റെ താഴെ വന്ന സീക്രട്ട് ഏജന്റിന്റെ കുട്ടി ഫയൽ എന്ന് പറഞ്ഞൊരു കമന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ? അപ്പം നിങ്ങളുടെ ഫിറോസിക്ക എന്ന് പറയുന്ന ആൾക്ക് എത്രമാത്രം ദേഷ്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഈ വിഷയം എങ്ങനെ സായിച്ചേട്ടനറിഞ്ഞു സീക്രട്ട് ഏജന്റ്? ആദ്യം ബുദ്ധിപൂർവ്വം ആലോചിച്ച് നോക്കണം. നമ്മളൊരു വിഷയം ചെയ്യുമ്പോൾ ബുദ്ധിപൂർവ്വം ആലോചിച്ചായിരിക്കും സംസാരിക്കുന്നത്. ഞാൻ എൻ്റെ വിഷയത്തിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ വിഴുങ്ങി സംസാരിക്കാറുണ്ട്. അത് പറയാൻ പറ്റാത്ത കേസുകെട്ടുകളാണ്. കാരണം ഞങ്ങൾക്കെല്ലാം അറിയാം, പ്രത്യേകിച്ച് രേണുസുതിയുടെ കേസുകെട്ടിൽ എല്ലാം അറിഞ്ഞിട്ട് ഞങ്ങൾ വിഴുങ്ങിയാണ് സംസാരിക്കുന്നത്. ഞാനും എൻ്റെ ഒരു സുഹൃത്തുമാണ്. കാരണം വേറെ ഒന്നുമല്ല, ഞങ്ങളുടെ ചാനലിൽ കൂടെ അത് വരണ്ട, വേറെ ആരെങ്കിലും ചാനലിൽ കൂടെ വരട്ടെ എന്ന് കരുതി പറഞ്ഞു, മനസ്സിലായോ? കാരണം അത് വരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞങ്ങൾ ചിലതൊക്കെ വിഴുങ്ങി സംസാരിക്കും. ഇപ്പം സജിനയുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ. ആ ഒരു വീഡിയോയുടെ താഴെ കുട്ടി ഫയൽ എന്നും പറഞ്ഞ് സായി ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാന്നേ ഉള്ളൂ നിങ്ങളുടെ ഭർത്താവിന് എത്രമാത്രം വൈരാഗ്യം നിങ്ങളോടുണ്ടെന്ന്. ഇതെങ്ങനെ സായി അറിഞ്ഞു? അല്ലെങ്കിൽ ആ ഒരു വീഡിയോയുടെ താഴെ വന്ന് സായി ഇടുവോ? ഹായ് ചേട്ടൻ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കുഴപ്പമില്ലെന്ന് നിങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ സോഷ്യൽ മീഡിയ വന്നിട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. സോഷ്യൽ മീഡിയ വന്ന് ജനങ്ങളോടാണ് നിങ്ങൾ പറയുന്നത്. പക്ഷേ ഉള്ളിൽ നല്ല വൈരാഗ്യമുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്കില്ലെങ്കിലും അദ്ദേഹത്തിന് നല്ല രീതിയുണ്ട്. ഈ സ്കോഡ് കോമൺസെൻസ് മാം. ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് പറഞ്ഞിട്ട് ഞങ്ങളെ ലൈഫിലോട്ട് മൂന്നാമതൊരാൾ വന്നിട്ടല്ല ഇഷ്യൂസ് ഉണ്ടായെന്നുള്ളത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പല പേഴ്സണൽ കാര്യങ്ങൾ കാണും. അത് നമ്മൾ മ്യൂച്വലായിട്ട് എടുത്ത് ഞങ്ങൾ പിരിഞ്ഞ ആൾക്കാരാണ്. അത് ഇന്നാൾ വന്നു അല്ലെങ്കിൽ എൻ്റെ ലൈഫിലോട്ട് ഞാൻ ഇനി ഒരാൾ കല്യാണം കഴിക്കാൻ പോയാലും നാളെ ഒരു കാലത്ത് പറയുള്ളൂ ഇന്നയാളെ കാരണമാണ് ഞങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടായെന്ന് പറയുള്ളൂ. എന്ത് മോശമാണ്. പ്ലീസ്. അതിന്റെ അർത്ഥം നാളെ ഒരിക്കലും ഇതൊരു സിറ്റുവേഷൻഷിപ്പ് ആണെന്നുള്ള രീതിയിലും വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നാളെ ഇത് പോവുകയാണെങ്കിൽ വേണ്ട, നമ്മളതിന് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. നീ കണ്ടന്റ് ചെയ്ത് ഞാൻ പറയുക, പ്രശ്നങ്ങൾ നിങ്ങൾ ഉള്ളത് പറ. ഇല്ലാത്ത ഗോസിപ്പുകൾ ഉണ്ടാക്കിയിട്ട് ഇന്ന ഞങ്ങൾ പിരിയാൻ കാരണം ഇന്ന ആള് കാരണമാണ്, ഇന്ന ആളുടെ എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കുന്നത്. പറഞ്ഞോളൂ. നിങ്ങൾ വേണമെങ്കിൽ ഞാനും അയാളും വേറെ എന്തെങ്കിലും രീതിയിലാണ് മറ്റേതാണ് മോശം, ഓക്കെ, ഹാപ്പി, കേൾക്കുന്നുണ്ട്, സന്തോഷമുണ്ട്. അതൊന്നും എനിക്ക് ഇഷ്യൂസ് ഇല്ല. ഇപ്പൊ ഞാനും അയാളുമായിട്ട് സ്നേഹത്തിലാണെന്നോ അല്ലെങ്കിൽ ഞാനും അയാളെ കല്യാണം കഴിക്കാൻ പോകുന്നോ, ഓക്കെ. അല്ലെങ്കിൽ ചിലപ്പോൾ ഈഗോ ആയിരിക്കാം. ഓക്കെ, ഞാൻ സിംഗിളായിട്ട് നിൽക്കുന്നു, അവള് കണ്ടില്ല, അവനെ പോയി ഇഷ്ടപ്പെടുന്നു, അവളുടെ ലൈഫിൽ ഇനി ഒരു ബോയ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഈ പരിപാടി കാണിച്ചത് ഒട്ടും ശരിയായില്ല. ചിലപ്പോൾ അത് ഈഗോ ആയിരിക്കാം, അങ്ങനെ ആയിരിക്കാം. ഓക്കെ, ഒന്നും ഞാൻ അങ്ങനെ പലതും വന്നു, അതെന്തോ ആയിക്കോട്ടെ, അതെനിക്കൊരു ഇഷ്യൂസേ അല്ല ഇനി ആരുമായിട്ടായാലും. പക്ഷെ ഞങ്ങൾ ആ പുള്ളി കാരണമാണ് ഞങ്ങൾ പിരിയാൻ എന്ന് പറയുന്നത് അത് വളരെ മോശമാണ്. കാരണം അത് അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് തന്നെ ഭയങ്കര മോശമാണ്. കാരണം അവിടെ ഇവിടെയുള്ള വീഡിയോ അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള ഏതൊക്കെയോ ആൾക്കാർ തമ്മിലുള്ള എത്രയോ ആൾക്കാർ ഫിറോസുക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരെല്ലാം നാളെ കാലത്ത് ഞാൻ അവരുമായിട്ടൊരു ഫോട്ടോ ഇട്ടാലും
ഞങ്ങളുടെ ജീവിതം തകരാൻ കാരണം അവരായിരിക്കും. ഞാനും ഫിറോസിക്കായും ഞങ്ങൾ മീഡിയയിൽ വന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ, ഞങ്ങൾ ഇപ്പോഴും നല്ല നല്ല സുഹൃത്തുക്കളായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ റോവലിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇപ്പോഴും മ്യൂച്വലായിട്ട് ഞാൻ ഹാപ്പി ആയിട്ട് ഞങ്ങൾ ജീവിക്കുകയാണ്. ഇനി ഫിറോസിക്കയുടെ ലൈഫിൽ ഇനി ചേച്ചി ഇത് വന്നിട്ട് പറയരുത്. സീരിയസ്ലി നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങൾ മണ്ടിയായിരിക്കുക, അല്ലെങ്കിൽ ഞങ്ങളെ മണ്ടരാക്കരുത്. ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു വീഡിയോയുടെ താഴെ പോയി നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങളൊരു മണ്ടിയാന്ന് ഞാൻ പറയൂ. ചിന്തിച്ച് മുന്നോട്ട് പോകാൻ നോക്കുക. ലൈഫ് പറഞ്ഞു മനസ്സിലായോ? ഇനിയെങ്കിലും ബുദ്ധിപൂർവ്വം ചിന്തിക്കാൻ നോക്കുക. ഒരു പെണ്ണ് വന്നാലോ എൻ്റെ ലൈഫിൽ ഒരാണ് വന്നാലോ ഞങ്ങൾക്കൊരു വിഷയമല്ല. ഞങ്ങൾ പറഞ്ഞ് തീരുമാനം എടുത്ത് ഞങ്ങൾ പിരിഞ്ഞ ആൾക്കാരാണ്. ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് പിരിഞ്ഞ ആൾക്കാരാണ്. ഞങ്ങൾ ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്, സംസാരിക്കാറുണ്ട്, മോൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ സംസാരിക്കാറുണ്ട്, ഫാമിലി മീറ്റ് ചെയ്യാറുണ്ട്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഞങ്ങളെ കുഞ്ഞിതിനിടയ്ക്കുണ്ട്. ഞങ്ങളുടെ ഇഷ്യൂസ് മൂന്നാമതൊരാൾ വെച്ചിട്ടല്ല എന്ന് ഞങ്ങൾ വ്യക്തമായിട്ട് പല വേദിയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പല ഇഷ്ടങ്ങൾ എനിക്ക് ചിലപ്പം പിന്നെന്താ അയാൾക്ക് ഇത്ര ദേഷ്യം ഈ പൂക്കുട്ടിയോട്? ഇതിപ്പോൾ നീലക്കുയിൽ 1-2 ദിവസം മാത്രമേ സത്യത്തിൽ വന്നിട്ടുള്ളൂ. നിങ്ങൾ പ്രേക്ഷകരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് 10 ആഴ്ചയും 15 ആഴ്ച കൊണ്ട് ഇത്ര ദേഷ്യം വരാനുള്ള കാര്യം എന്താണ്? അതാ ഞാൻ ചോദിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു ബന്ധത്തിലോട്ട് പോകുന്ന അദ്ദേഹത്തിന് ഇഷ്ടമല്ലയോ? ഇനി അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും നിങ്ങൾ തൂക്കിയോ? ആ ഓക്കെ, എവിടെയോ ഞാനൊന്നും പറയുന്നില്ല. ചേച്ചി സംസാരിക്കും, നമുക്ക് സംസാരിക്കാം. ഫിറോസിക്കയുടെ ഫ്രണ്ട് ആവണമെന്നില്ല, ഫിറോസിക്കയുടെ ഫ്രണ്ട് എൻ്റെ ഫ്രണ്ട് ആവണമെന്നില്ല. പണ്ട് ഇതുപോലൊരു മറ്റേ നമ്മുടെ ഷിയാസിൽ വെച്ചിട്ട് എന്തോ ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ. അപ്പം എവിടെയെങ്കിലും ഒരു സാധനം കിട്ടുമ്പം അതിനകത്ത് ഇങ്ങനെ മറ്റുള്ളവരെ പിടിച്ചിട്ടിട്ട് ഇങ്ങനെ അവർ കാരണമാണ് നമ്മളെ ലൈഫ് ഇങ്ങനെ കുളവായെന്ന് പറയരുത് ദയവ് ചെയ്ത് പ്ലീസ്. നമുക്ക് മാത്രമല്ല ഇത് ബാധിക്കുന്നത്, പല ആൾക്കാർക്കും ബാധിക്കും. നിങ്ങൾ പറഞ്ഞോ, ഇനി ആരുമായിട്ട് എന്തെങ്കിലും ആണെന്ന് പറഞ്ഞോ, കുഴപ്പമേ ഇല്ല. പക്ഷെ ഞങ്ങളെ കുഞ്ഞുങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, അവർക്കും അത് ബാധിക്കും. കാരണം ഞങ്ങൾ പപ്പായും മമ്മിയും ബിരിയാൻ കാരണം ഇതുകൊണ്ടാണോ? അവരുടെ മനസ്സിലത് വിഷമം തോന്നിക്കും. അത് ഇത് നമ്മുടെ സന്തോഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞ് ഞങ്ങൾ സന്തോഷത്തോടെ പിരിഞ്ഞ ആൾക്കാർ ഇപ്പോഴും ഞങ്ങൾ നല്ല കൂട്ടുകാരായിട്ട് എനിക്ക് എന്തൊരു കാര്യം വന്നാലും ഞാൻ ഫിറോസിയെ വിളിച്ചു, ഫിറോസിക ഇങ്ങനെയാണോ? ഫിറോസിക എൻ്റെ അടുത്തും ചോദിക്കാറുണ്ട്. മോൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഭയങ്കര നല്ലൊരു ഫാമിലിയായിട്ട് നിൽക്കുക. ഞങ്ങൾ കാരണം ഞങ്ങളുടെ ലൈഫിൽ മൂന്നാമതൊരാൾ വന്നിട്ടല്ല ഞങ്ങൾ പിരിഞ്ഞത്. ദയവ് ചെയ്ത് ആരെയും പിടിച്ചിടരുത്. ഇനി ഞാനൊരാൾ കല്യാണം കഴിച്ചോ, ഞാൻ ആരെയും ഒരാൾ സ്നേഹിച്ചോ, എന്തോ ആയിക്കോട്ടെ, വാട്ടവർ എന്തോ ആയിക്കോട്ടെ, നാളെ ഒരാൾക്ക് എന്തോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോഴെന്തോ ആയിക്കോട്ടെ, അത് ആ ആള് കാരണമാണ് അല്ലെങ്കിൽ ഈ ആള് കാരണമാണ് ഞങ്ങൾ പിരിഞ്ഞെന്ന് ദയവ് ചെയ്ത് പറയരുത് പ്ലീസ്. റിക്വസ്റ്റ് ആണ് ഇത്. ഞാൻ വന്ന് പറഞ്ഞില്ലെങ്കിൽ വേറെ ആരും പറയാനില്ല. അതുകൊണ്ടാണ് ഞാൻ ഫിറോസിക്കായി വന്ന് പറയണം, അതുകൊണ്ട് മാത്രമാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്. ഇത് ഫിറോസും എന്ന് പറയുന്നത് നല്ലതായിരിക്കും. പക്ഷെ ഒരു കാര്യം പറയാം, ഒന്നെങ്കിൽ ഇവർ ജെനുവനായിരിക്കാം, ഇവരെ പെടുത്തുന്നതായിരിക്കാം. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ഫിറോസിക്ക ലവ് യു ഓൾ. കള്ളൻ എല്ലാം കീഴിക്കോട്ടിരുന്നങ്ങ് പണിയുക.